Hi friends! Once again welcome back to another variety video of Trip with Shinil. He takes you to unusual places, rare views and great experiences. Come with Shinil. It's a trip with Shinil. Subscribe and click the bell icon for continuous travel vlogs. Trip with Shinil. ഗൈസ്, അപ്പം നമ്മൾ ഇന്നും നമ്മുടെ വയനാടാണ്. വയനാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രകൃതി ദത്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയെ എൻജോയ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തേണ്ടത് വയനാട് എന്ന് പറയുന്ന ഈ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മൾ പല ഹോം സ്റ്റേയിലും താമസിച്ചിട്ടുണ്ട്, പല റിസോർട്ടിലും താമസിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയിലൊക്കെ കണ്ടേക്കണ ആർട്ട് വർക്കുകളൊക്കെ ഉള്ള അതുപോലത്തെ ഒരു അടിപൊളി ആർട്ട് വർക്കുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ഹോം സ്റ്റേയിൽ നിങ്ങൾ താമസിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോണത് അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹോം സ്റ്റേ ആണ്. ടോക്കിംഗ് ട്രീ എന്നാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ പേര്. ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യണത് കബനി നദിയുടെ തീരത്താണ്. കബനി നദിയുടെ തീരത്ത് ഒരു 10 ഏക്കർ പ്രോപ്പർട്ടിയാണിത്. ഈ 10 ഏക്കർ പ്രോപ്പർട്ടിയുടെ നടുവിലായിട്ടാണ് നമ്മുടെ ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യണത്. ഏകദേശം 4 വലിയ റൂമുകളാണ് ഈ ഹോം സ്റ്റേയിലുള്ളത്. 4 വലിയ റൂമുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബെഡൊക്കെ ഇട്ടാൽ നമുക്കൊരു 10 പേർക്കൊക്കെ ഒരു റൂമിൽ അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ ആണ് ഈ കാണുന്നത്. നോക്കിയേ, ഇതാണ് ഈ ഹോം സ്റ്റേയുടെ ഒരു ഫ്രണ്ട് വശം. പക്ഷേ ഇത് ഹോം സ്റ്റേ അല്ല, ഇത് ഇവിടുത്തെ ഹോം സ്റ്റേയുടെ ഓണർ താമസിക്കുന്ന ഒരു വീടാണ്. ഇതേ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ആ ഒരു ബിൽഡിംഗ് ഉണ്ടോ? ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു റൂമുണ്ട്, അതിൻ്റെ താഴെയിൽ അടുത്ത റൂമുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് 2 റൂമുണ്ട്. അങ്ങനെ 4 അടിപൊളി റൂമുകളാണ് ഈ ഹോം സ്റ്റേയിലുള്ളത്. അതുപോലെ തന്നെ കണ്ടത് ഇവിടെ കണ്ട ഒരു കൗ ഗ്രാസാണ്, നിറയെ കൗ ഗ്രാസ്. അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രാസാണ്. അതിൻ്റെ ഒരു തീരത്തായിട്ടാണ് നമ്മുടെ ഈ 2 റൂമുകളും സ്ഥിതി ചെയ്യണത്. ബഡീസ്, അപ്പം നമ്മൾ റൂമിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പായിട്ട് നമ്മുടെ ഈ ഓണർ താമസിക്കുന്ന ഈ വീടിൻ്റെ മുകളിൽ ടേബിൾ ടെന്നീസ് ഉണ്ട്. അതിൻ്റെ അടിയിലുള്ള കുറേ കാഴ്ചകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സിനിമയിലെ ആർട്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഇവിടെ നമ്മുടെ ശ്രീബുദ്ധൻ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ചെടികൾ, ഒരുപാട് ചെടികൾ ഇങ്ങനെ തൂക്കിട്ടേക്കാണ്. അവിടെ തന്നെ ഇതേ ഒരു കാരക്കമരം. ആ കാരക്കമരത്തിൻ്റെ അടിയിൽ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു എന്താണ് ഈ പറഞ്ഞ കിണർ. ആ കിണറിനത് ഒരുപാട് ആർട്ട് വർക്കുകൾ കൊണ്ട് ഭംഗിയാക്കി അതിനെ ഈ വീടിൻ്റെ ഭാഗമാക്കിയേക്കുന്നു. അപ്പോൾ വെള്ളമുണ്ട് കേട്ടോ, ഈ കിണറിൽ വെള്ളമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരമ്പരാഗതപരമായിട്ട് കാണാറുള്ള ആ തൊട്ടി കണ്ടത്, ആ ഒരു കയറ് കൊണ്ടൊക്കെ കെട്ടി ആ ഒരു തൊട്ടിയുണ്ട്. പല സ്ഥലത്തും ഈ ഒരു സാധനം ഉണ്ടാകുമെങ്കിലും തൊട്ടി ഉണ്ടാകാറില്ലതേ. ഇവിടെ തൊട്ടിയുണ്ട്. ഇതും വുഡ് കൊണ്ടുള്ള തൊട്ടിയാണ്, വുഡ് കൊണ്ടുള്ള തൊട്ടി. അതുപോലെ ആ ഒരു തൊട്ടി താഴത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് കണ്ടതേ ആ ഒരു കപ്പി, വുഡ് കൊണ്ടുള്ള കപ്പി. അതുപോലെ അങ്ങനെ ഒരുപാട് ആർട്ട് വർക്കുകൾ. ഇതെന്താണെന്ന് അറിയാല, ഇത് നമ്മുടെ പനയോല കൊണ്ടുള്ള ഈ എന്താണ് അരിയൊക്കെ ചേറ്റുന്ന സാധനം. അരിയല്ല, നെല്ലൊക്കെ ചേറ്റുന്ന ആ ഒരു സാധനം. അതുപോലെ ഇവിടെ ചെറിയ എന്താണ് ഫ്ലവർ എന്താണ് പോട്ടുകൾ, ചെറിയ പോട്ടുകൾ. അതുപോലെ നോക്കി സൂപ്പർ പിക്ചർ. ഇത് എൻ്റെ മുഖമല്ല, ഇത് വേറെ ആരാണ്ടിൻ്റെ അടിപൊളി മുഖം. ഇങ്ങോട്ട് നോക്കി, ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടേബിള്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഈ ഭക്ഷണം വൈകിയാൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ക്യാരംസ് കളിക്കാം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കി, ഇതിൻ്റെയൊക്കെ ഒരു മോളൊക്കെ ചെയ്തേക്കണുണ്ടോ? ഇതിൻ്റെ ഒരു മച്ചൊക്കെ ചെയ്തേക്കണത് ഓടാണ്. ഓടിട്ടിട്ട് ആ ഒരു ട്രഡീഷണൽ വീടിൻ്റെ സ്റ്റൈലിലാണ് ഈ സംഭവം ചെയ്തേക്കണം. ഇവിടെ അടിപൊളി വാഷ് ബേസിൻ. അതുപോലെ തന്നെ നോക്കി നല്ല മിറർ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല കാറ്റാണ്. അവിടെ നല്ല പാടമാണ്. ആ പാടത്തു നിന്നുള്ള കബനി നദിയുടെ തീരത്തു നിന്നുള്ള നല്ല ബ്രീസൊക്കെ ലയിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇവിടെ എത്തിയപ്പോൾ നല്ല മീൻ പൊരിച്ച മണം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ അരികത്തായിട്ടായിരിക്കും നമ്മുടെ കിച്ചൺ സ്ഥിതി ചെയ്യണത്. അതുപോലെ തന്നെ ഈ കണ്ട ഈ ഒരു ലൈറ്റൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എല്ലാ ഹോം സ്റ്റേയിലും പോയാലും ഇതുപോലത്തെ ലൈറ്റൊന്നും കാണാൻ പറ്റില്ല. ഇതൊക്കെ വെറൈറ്റി ഹോം സ്റ്റേ ആണ്. അപ്പോൾ ഇത് ഈ ഹോം സ്റ്റേ മെയിൻറ്റെയിൻ ചെയ്യുന്ന സീത ചേച്ചിയുടെ ഒരു പ്രത്യേക കഴിവാണ് ഇതേപോലത്തെ ആൻറ്റിക്കായിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണത്. അപ്പോൾ അത് ഇവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ബഡീസ്, അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയയാണ്, റെസ്റ്റോറൻറ്റ് ആക്ടിവിറ്റി ഏരിയയാണ്. ഇനി ഒരുപാട് ആക്ടിവിറ്റികൾ നിറഞ്ഞ ഒരു ഹോം സ്റ്റേ ആണ്. ഇതൊരു വെറൈറ്റി ഹോം സ്റ്റേ ആണ്. ഇവിടെ നമുക്ക് ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓൾറെഡി അതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഇത് അവിടെ നമുക്ക് ഇരുന്നിട്ട് വീണ്ടും ചീട്ട് കളിക്കാം, അല്ലെങ്കിൽ കാർഡ്സ് കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം എൻജോയ്മെൻറ്റ് ചെറുതായിട്ട് ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസൊക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ താഴത്തായിട്ട് ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളിതേ പോണത് നമ്മുടെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോണത് കബനി നദിയുടെ തീരത്താണ് നമ്മുടെ ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യണത്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കബനി നദിയുടെ ആ ഒരു ഒഴുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ പോകാൻ നേരത്ത് കണ്ടത് ഒരു നാച്ചുറലായിട്ട് കവുങ്ങ് കൊണ്ട് പണിതേക്കണ ഒരു പാലം, ഒരു തൂക്കുപാലം. നമ്മൾ പല സ്ഥലത്തും വലിയ തൂക്കുപാലങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതേ ഇവിടെ ഒരു ചെറിയൊരു തൂക്കുപാലം. ആ തൂക്കുപാലത്തിൻ്റെ അടിയിൽ കൂടി ഇതേ ചെറുതായിട്ട് ഒഴുകി പോകുന്ന ഒരു നീരുറവ. ഇവിടെയൊക്കെ ഒരുപാട് ട്രീസ് ഉണ്ട് കേട്ടോ, പ്ലാവും അതുപോലെ തന്നെ നാരകവും കൂടിയേക്കണ ഒരുപാട് ട്രീസ് ഉണ്ട്. നമ്മുടെ ഇതിൽ കൂടി നടക്കുമ്പോൾ ഇത് കിടന്ന് ഇങ്ങനെ കുലുങ്ങും. അപ്പോൾ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ബാംബൂസ്, ആ സൈഡിലൊക്കെ നിറയെ ബാമ്പു ആണ്. ആ റൂമിൻ്റെ ചുറ്റിനും നിറയെ ബാമ്പു ആണ്. കണ്ടോ, നല്ലൊരു രസമുണ്ട് ഇതിൽ കൂടി നടന്നു പോകാൻ നേരത്ത്. കണ്ടതേ, ഇങ്ങോട്ട് വരാൻ നേരത്ത് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ നേരത്ത് ചെറിയൊരു വെള്ളം ഒഴുകുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പോൾ ആ ഒരു സൗണ്ട് മറ്റൊന്നിൻ്റെ അല്ല, നമ്മുടെ കബനി നദി ഒഴുകുന്ന സൗണ്ടാണിത്. ഈ സൈഡിൽ കൂടി ഇങ്ങോട്ട് എത്തുമ്പോൾ കണ്ട നല്ല സൗണ്ടില്ലേ. ഈ കബനി നദിയുടെ തീരത്തൊക്കെ നിറയെ ബാമ്പു ഉണ്ട്, ബാമ്പു. അതുപോലെ ഇവിടെ എത്തുമ്പോൾ കണ്ടോ, ഈവൻ ഇന്ന് ഭയങ്കര ഹോട്ടാണ്, ഭയങ്കര സൺഷൈൻ ഉണ്ടെങ്കിൽ കൂടി ഇവിടെയൊക്കെ ഭയങ്കര തണലാണ്, നല്ല തണലാണ്. ഒരുപാട് ട്രീസ് ഉള്ള കാരണം നല്ല തണലാണ്. അപ്പോൾ നമ്മളിവിടെ ഫാമിലി ആയിട്ടാ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആയിട്ടാ അല്ലെങ്കിൽ കപ്പിളായിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ അതെ ഈ തണലത്തൊക്കെ ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ബെഞ്ചിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കാം. നല്ല കാറ്റാണ്. അതേ നോക്കി നമ്മുടെ മരത്തുമേലുള്ള ശിഖരങ്ങളൊക്കെ ആടണം നോക്കി. അപ്പോൾ നല്ല കാറ്റാണ്. ഈ കാറ്റത്തിരുന്ന് നമുക്ക് ഈ നേച്ചർ എൻജോയ് ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ബട്ട് ഈസപ്പോൾ ഈ ഒരു ഹോം സ്റ്റേ സ്ഥിതി ചെയ്യണത് ഒരു 10 ഏക്കർ ലാൻഡിലായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ തെങ്ങുൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ഏരിയയൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ അങ്ങോട്ട് പോകാൻ നേരത്തെ ഒരു നെറ്റുമേൽ പടച്ച് കയറുന്ന പരിപാടി, അതുപോലെ ഈ ഭാഗത്ത് നമുക്ക് ഇരുന്ന് ഊഞ്ഞാലാടാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കബനി നദിയുടെ തീരത്തേക്കാണ്. കബനി നദിയുടെ തീരത്ത് എന്ന് പറഞ്ഞാൽ കബനി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറയണത് ഇവിടെ മുതല വരാറുണ്ടെന്ന് പറയുന്നത്. പക്ഷേ മുതല നമ്മളെ ഉപദ്രവിക്കാറില്ല. മുതല അവിടെ വന്നിട്ട് വെയിൽ കാഞ്ഞ് പോകാറാണ് പതിവെന്നാണ് ആൾക്കാർ പറയണത്. ഓക്കെ, നോക്കിയേ നമ്മുടെ കബനി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് ആൾക്കാർ വന്നിട്ട് അലക്കാറൊക്കെ ഉണ്ട്. കണ്ടത്, ഇവിടെ നമുക്ക് കുളിക്കാമെന്നാണ് പറയണത്. വലുതായിട്ട് വെള്ളം ഇപ്പോൾ കൂടുതലുണ്ട്. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. അതിശീഘ്രമായിട്ട് കബനി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു സീനാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ നടന്ന് വരാം. ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. കണ്ടതേ, ഇവിടെയൊക്കെ നല്ല കബനി നദിയുടെ ഒരു തീരമാണ്. അപ്പോൾ ആ ഒരു പുല്ലുമേട് കണ്ട അവിടെ വന്നിട്ട് ഇത് വരാറുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഈ ഒരു മുതല വന്നിട്ട് അവിടെ കിടക്കാറുണ്ടെന്നാണ് പറയണം. പക്ഷേ ഇതുവരെയും ആരെയും മുതല ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ബാച്ചിലേഴ്സൊക്കെ വരുമ്പോൾ കുളിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കണ്ടോ നിറയെ ബാമ്പുവാണ്, ബാമ്പുവിൻ്റെ ട്രീസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ലിക്കാടുകൾ, ബാമ്പു എന്ന് പറഞ്ഞേക്കാൻ നല്ലത് ഇല്ലിക്കാടുകൾ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കണ്ടതേ നിറയെ ഇല്ലികളാണ്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് കേട്ടോ. ബട്ട് ഈസപ്പം നമ്മളിത് ടോക്കിൻ ട്രീയുടെ ഒരു അടിപൊളി റൂമിലാണ് നമ്മൾ എത്തിയേക്കണം. അപ്പോൾ ഇതിൻ്റെ പുറമേലുള്ള ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു വെറൈറ്റി ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പെയിൻറ്റിന് പകരം ചെയ്തേക്കണം ഈ റൂമിൽ. അതുകൊണ്ടാ പുറത്ത് 2 ചെയർ ഇട്ടിട്ടുണ്ട്. കെയിൻ്റെ 2 ചെയർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ട്. കെയിൻ്റെ തന്നെ ഒരു ഊഞ്ഞാലി. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ട നല്ലൊരു ആർക്കിടെക്ചർ വർക്കാണ് ചെയ്തേക്കണം. നോക്കി ഇവിടെയൊക്കെ ഒരു ഓടൊക്കെ ഇട്ട് ഒരു ട്രഡീഷണൽ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതേ വരാൻ നേരത്തെ കണ്ട ഈ റൂമിൻ്റെ ഡോറ് നോക്കിയാൽ പച്ച കളറിലെ ഡോറാണ്. അതായത് ഈ ഒരു എക്സ്റ്റീരിയർ കോമ്പിനേഷന് എന്താണ് സ്യൂട്ടബിൾ ആകുന്ന സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ഡോറാണ് വെച്ചേക്കണം. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഹാഫ് ഡോറാണ്. ഹാഫ് ഡോർ നമ്മൾ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഹാഫ് ഡോറ്. നോക്കുമ്പോൾ ഇത് ഫുൾ ഡോറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മളൊന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ കണ്ടത് ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ അതെ ഇതൊരു ഹാഫ് ഡോറാണ്. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ
ഒരു ഹാഫ് ഡോർ പല സ്ഥലത്തും ഇതൊരു ഭയങ്കര ഒരു രസമുണ്ട് ഇങ്ങനെ ഹാഫ് ഡോറുള്ള വീടുകളൊക്കെ. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഒരു ഹാഫ് ഡോറുള്ള വീട്ടിലൊന്നും താമസിച്ചിട്ടില്ല. പക്ഷേ ഇതൊരു വെറൈറ്റി ഒരു കോമ്പിനേഷനാണ്. ഹാഫ് ഡോർ അടിയിലുള്ളത് നമുക്കിങ്ങനെ തുറക്കാം. ഉണ്ടോ, ഇതിങ്ങനെ അടച്ചിട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ കണ്ട ഒരു രസമാണ്. അപ്പോൾ നമ്മളൊരു ട്രഡീഷണൽ ഒരു വെറൈറ്റി ഹോം സ്റ്റേയിലേക്കാണ് വന്നേക്കണമെന്നുള്ളൊരു ഫീല് നമുക്ക് ഈ ഒരു റൂമിൽ നിന്ന് കിട്ടും. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള ഒരു റൂമാണ്, ഒരു വെറൈറ്റി കോമ്പിനേഷനും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടൈലൊക്കെ കണ്ടിട്ടുണ്ടോ, ഈ ഒരു അടിയിലുള്ള ടൈല് കാര്യങ്ങളൊക്കെ വെറൈറ്റിയാണ്. ഒരു സപ്രമഞ്ച കട്ടിൽ പോലത്തെ ഒരു അടിപൊളി കട്ടിൽ, കണ്ട പരമ്പരാഗത സ്റ്റൈലിലുള്ള ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള സൂപ്പർ കട്ടിലാണ്. 2 പേർക്ക് നല്ല സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കട്ടിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ബെഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ ബെഡാണ്, നല്ല മാർദ്ദമുള്ള അടിപൊളി ബെഡാണ് കണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ അത് ചെറിയൊരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടെ 2 ചെയർ, ടീം കൊണ്ടുള്ള 2 ചെയർ, നല്ല മനോഹരമായിട്ടുള്ള ചെയറാണ്. അതുപോലെ തന്നെ ഇത് മൊത്തം ഈ സൈഡ് മൊത്തം വിരി ഇട്ടേക്കുന്നതാണ്. വിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടത് ഈ ഒരു ഏരിയയിലോട്ടാണ്, നേച്ചറിലൊക്കെയാണ് ഇതിൻ്റെ വ്യൂ, നല്ല നേച്ചറിലേക്കാണ് ഇതിൻ്റെ വ്യൂ. മൊത്തം വിരി ഇട്ടേക്കാണ്. പിന്നെ നമുക്ക് TV അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി വലിയൊരു മിറർ, ഒരു ലോങ് മിറർ വിത്ത് ഷെൽഫ്. ഇതും ഒരു പഴയ വീട്ടിലുള്ള പഴയ ആൻറ്റിക്ക് ഐറ്റംസ് ഇല്ലേ, അതുപോലത്തെ ഒരു പീസാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു ടോക്കൻ ട്രീയുടെ റൂമിലേക്ക് എത്താൻ നേരത്തുള്ള നമ്മുടെ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നല്ല ആമ്പിൾ ടോയ്ലറ്റ് ഉണ്ട്, നല്ല അടിപൊളി സ്പേസ് ഉള്ള ടോയ്ലറ്റാണ്. കുളിക്കാനും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഒരുമിച്ചുണ്ട്. അതുപോലെ തന്നെ ഒരു വാഷ് ബേസ്, സെറയുടെ നല്ലൊരു അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു വാഷ് ബേസ്. അതുപോലെ തന്നെ ടോയ്ലറ്റ്, ഇതും സെറയുടെ തന്നെ ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇവിടെ പിടിപ്പിച്ചേക്കുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, ഷവറൊക്കെ കണ്ട ബിഗ് സൈസ് ഷവറാണ്. ചൂടുവെള്ളം തണുപ്പുള്ളൊക്കെ ഒരുമിച്ച് കിട്ടാൻ പറ്റിയ ഒരു അടിപൊളി സൈസിലാണ് ചെയ്തേക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ ആംബിയൻസ്, നമ്മുടെ ഈ ടോയ്ലറ്റിൻ്റെ ആംബിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളർ കോമ്പിനേഷനുള്ള ടൈല് കൊണ്ടാണ് ചെയ്തേക്കുന്നത്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറിലുള്ള ടൈലാണ് ഉപയോഗിച്ചേക്കണം. അതുപോലെ ഈ ഒരു മിററൊക്കെ കണ്ട ഒരു പഴയ, ഞാൻ പറയില്ലേ, ആൻറ്റിക്ക് ഒരു പഴയ നല്ല ട്രഡീഷണൽ ഐറ്റംസിൻ്റെ ഒരു സ്റ്റൈലിലുള്ള മിറർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഈ റൂം കിട്ടുമ്പോൾ എന്നുള്ളൊരു ഭയങ്കര ഒരു രസമുള്ളൊരു ആംബിയൻസ് ആണ് നമുക്കിത് ഫീൽ ചെയ്യണത്. ബട്ട് ഈ സപ്പതേ നോക്കിയേ, നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേയുടെ ടോക്കിംഗ് ട്രീ എന്ന് പറയുന്നൊരു അടിപൊളി ഹോം സ്റ്റേയുടെ 2ാമത്തെ റൂമാണ് നമ്മൾ കാണിക്കാൻ പോണത്. നേരത്തെ ഞാൻ ആ ബിൽഡിങ്ങിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂമാണ് കാണിച്ചത്. ഇത് വേറൊരു സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ആണ്. ഇത് 2 സൈഡിലായിട്ടാണ് റൂം ഉള്ളത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടത് ഞങ്ങൾ വന്ന് താമസിക്കാൻ വന്നേക്കാണ്. അപ്പോൾ നോക്കിയേ, നമ്മുടെ കെയിൻ കൊണ്ടുള്ള 2 ചെയർ ഉണ്ട്, അതുപോലെ കെയിൻ കൊണ്ടുള്ള ഒരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഇതുമേലൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു എന്താണ് ഡോറ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുകളിലൊക്കെ കണ്ട ഒരു ഓട് കൊണ്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ പെയിൻറ്റിന് പകരം ഒരു ടെക്സ്ചർ വർക്കാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തേക്കണം. അപ്പോൾ ഇതിൻ്റെ പേര് ഹസാൽ എന്നാണ് ഇതിൻ്റെ പേര്. കണ്ട ഇതിൻ്റെ ടെക്സ്ചർ വർക്കൊക്കെ ഒന്ന് നോക്കിയേ. ബട്ട് ഈ സപ്പതേ നമ്മളിത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഈ റൂമിലേക്ക് കയറാൻ പോവുകയാണ്. കണ്ട നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉള്ള ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. കണ്ടതേ നോക്കി, മറ്റേ റൂമിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഈ റൂമും. വലിയൊരു കട്ടിലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു റൂമാണ് ഈ കാണുന്നത്. കണ്ടത് നല്ല അടിപൊളി റൂമാണ്, നല്ല ഹൈറ്റ് കാര്യങ്ങളുണ്ട്. നമുക്കൊരു ഇവിടെ എക്സ്ട്രാ ബെഡൊക്കെ ഇടുകയാണെങ്കിൽ വീണ്ടും ഒരു 5-6 ആൾക്കും കൂടി കിടക്കാൻ പറ്റും. ബാച്ചിലേഴ്സൊക്കെയാണ് വരികയാണെങ്കിൽ 5-6 ആൾക്കാർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു റൂമാണ്. ഇവിടെയാണ് അതിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ നമ്മുടെ സെയിം ആൾക്കാരൊക്കെ തന്നെയാണ് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വഴിയുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. വലിയൊരു ടോയ്ലറ്റ്, മറ്റേതിൻ്റെ സെയിം തന്നെ, ആ ഒരു റൂമിൻ്റെ സെയിം സ്റ്റൈലിൽ തന്നെയാണ് ഈ റൂമും ചെയ്തേക്കുന്നത്. ഇതിനകത്തും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വളരെ വെടിപ്പിനും മെനക്കൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ക്ലീൻ തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ അധികമായിട്ട് കാണിക്കണില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അധികം കാണിക്കണില്ല. പിന്നെ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള കബോർഡ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മിറർ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാനും ഒരു ആൻറ്റിക്യൂ സ്റ്റൈലിലാണ്, ഒരു പഴയ തറവാടുകളിലുള്ള ട്രഡീഷണൽ വീടുകളിലുള്ള കട്ടിലും അലമാരയും അതുപോലെ തന്നെ മിറർ കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ TV ഉണ്ട്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ.
അപ്പോൾ നമ്മൾ റൂം കണ്ടു കഴിഞ്ഞു. പതുക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ബഡീസ് അപ്പം നമ്മൾ ടോക്കിംഗ് ട്രീയിൽ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കേണ്ട. ഇവിടുത്തെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരകമായിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അവിടെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം ശബ്ദം കൊടുക്കാത്തത്. അപ്പോൾ ഒരു രക്ഷയില്ല. പ്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ മീനുണ്ട്, ചിക്കൻ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി കൂടിയേക്കണ ഒരു അടിപൊളി ഫുഡാണ്. അപ്പോൾ ടോക്കിംഗ് ട്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിരുചികരമായിട്ടുള്ള മാരകമായിട്ടുള്ള ഫുഡ് കഴിക്കാമെന്നുള്ളതാണ്. ബഡീസ് അപ്പം നമ്മുടെ ടോക്കിംഗ് ട്രീസിലെ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ കൂടെ മിസ്റ്റർ അമിതാഭ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിവ്യൂ നമുക്ക് കേൾക്കാം. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറയും. അപ്പോൾ ഹീസ് എ നോൺ മലയാളി ബട്ട് ഹീൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് അല്ലേ? I'm having food from Kerala for the first time and it was truly amazing. I have enjoyed the lunch thoroughly. Okay. How was the paisam? Paisam you have not taken? I had the paisam. I don't like jackfruit, but I had the paisam made of jackfruit. Amazing. Superb. I think this homestay prepares bespoke. Whatever we need, we ask for prawns. They prepared prawns and amazing food. Right? You please come to this homestay and stay here to enjoy the scenic beauty as well as great food. Chechi, thumbs up. ബഡീസ് അപ്പം നമ്മൾ കേട്ടത് 2 പേരുടെ റിവ്യൂ ആയിരുന്നു. അപ്പോൾ റിവ്യൂ നത്തിങ് ബട്ട് അവർ പറഞ്ഞത് വേറൊന്നുമില്ല, ഇന്ന് ഉണ്ടാക്കിയ ഭക്ഷണം സൂപ്പർ അമേസിങ്. അതിനകത്ത് ചേച്ചിക്ക് ജാക്ക് ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. ജാക്ക് ഫ്രൂട്ട്, അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഫിഷ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളി ടേസ്റ്റി ഫുഡാണ്, ഒരു രക്ഷയില്ല. ടോക്കിംഗ് ട്രീസിനെ കുറിച്ച് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫുഡ് അമേസിങ് ആണ്, ഒരു രക്ഷയില്ലാത്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഗ്രീനിഷ് ഏരിയ ആണ്. ഒരുപാട് ട്രീസും അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് ആ കബനി നദി ഒഴുകുന്ന ശബ്ദം കേൾക്കാം. അതുപോലെ ഈ കാണുന്ന 2 ബിൽഡിങ്ങിലാണ് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഒരുപാട് ആൻറ്റിക് ഐറ്റംസ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ ടോക്കിംഗ് ട്രീസ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഇവിടെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ കാണിച്ചത് ടോക്കിംഗ് ട്രീസ് എന്ന് പറയുന്ന ഈ ഒരു ഹോം സ്റ്റേ, വയനാടുള്ള ഈ ഹോം സ്റ്റേനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ മൂന്നാർ ഹോം സ്റ്റേ, റിസോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അനേകം വയനാടുള്ള മറ്റു റിസോർട്ടുകളുടെയും എന്താണ് നമ്മുടെ കർലാട് ലേക്കിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഹോം സ്റ്റേസിനെയും റിസോർട്ട്സിനെയും കുറിച്ച് അറിയാനായിട്ട് മൂന്നാറും അതുപോലെ തന്നെ വയനാട്, ആലപ്പുഴ ഈ ഏരിയയിലുള്ള ഹോം സ്റ്റേസ്, തേക്കടി ഈ ഏരിയയിലുള്ള റിസോർട്ട്സുകളെയും ഹോം സ്റ്റേകളെയും കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. അതോടൊപ്പം ഞാൻ മുകളിൽ കാർഡ്സും കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ കയറി ക്ലിക്ക് ചെയ്ത് അത് മുഴുവൻ കാണാം. അപ്പോൾ അടുത്ത ആഴ്ച നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ ഗുഡ് ബൈ.